എന്തായാലും ഇ ഡിയുടെ അന്വേഷണം വെറുതെ ആയില്ല. റെയ്ഡിൽ കണ്ടെടുത്തിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ. സ്വർണ്ണ കട്ടി വരെ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ. മാസങ്ങളായി ഇവിടെ നമ്മുടെ അന്വേഷണ സംഘം പലതും അന്വേഷിച്ചു, പക്ഷെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് കൃത്യമായ വഴിക്കാണോ ഇ ഡി പോകുന്നത്? 100% ഇ ഡി പോകുന്ന കറക്റ്റ് റൂട്ടാണ്. കാരണം ആ റൂട്ടുകളെല്ലാം ഇവർ മരവിപ്പിച്ച് നിൽക്കുകയായിരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പക്ഷേ അവരുടെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു. അസംബ്ലി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാണ് സർക്കാർ ഈ അന്വേഷണത്തിന് പോകാത്തത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നപ്പോൾ ശരിക്കും ഇതിലുള്ള തിമിംഗലങ്ങൾ ഇനി ആരാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പത്മകുമാറിനെയും ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാകും. അതിനുപരി ഇതിൻ്റെ എല്ലാമായ തന്ത്രിയും കിടക്കുകയാണ്, രാജീവനും. അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. അതുപോലെ പുറത്ത് നിൽക്കുന്നവരെയും ചോദ്യം ചെയ്യും. വലിയ തിമിംഗലങ്ങളെ അറിയണമെങ്കിൽ വേറെ ആരെയും പിടിക്കണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പിടിച്ചാൽ മതി. ഇപ്പം ഇത്രയും സാധനം നമ്മൾ നേരത്തെ ABC എടുത്ത ടോക്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ പറയുകയുണ്ടായി. ഈ 18ാം പടിയിലുള്ളതും തങ്കങ്ങളാണ്. അതിൻ്റെ ചില അവശിഷ്ടങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് തെളിവ് പ്രധാനമായി. ഒരു 3ാം കട പോറ്റിയുടെ വീട്ടിൽ ശബരിമല 18ാം പടിയുടെയും കട്ടൽപ്പാടിയുടെ അവശിഷ്ടങ്ങളും ഈ ഗണ്ടിയും പാത്രങ്ങളൊക്കെ എങ്ങനെ വരും? അത് ശരിക്കും തന്ത്രിയുടെ വീട്ടിലോ അല്ലെങ്കിൽ മേൽശാന്തിയുടെ വീട്ടിലോ ഒക്കെയാണ് ഇരിക്കുക. അവരാണ് അർഹതപ്പെട്ട ദേവസ്വം ബോർഡ് പോറ്റിമാരെ നിയമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം അവിടെ ഒരു പരികർമ്മിയായിട്ട് പോയതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പരികർമ്മിയാക്കിയത് ആരുടെ റെക്കമെൻഡിലാണ്? ഏത് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ അവിടെ ഇതിൻ്റെ മെയിൻ ചുമതല ഏൽപ്പിച്ചത് ആരാണ്? അപ്പോൾ അതൊരു വിഷയമാണ്. അതിന് അന്വേഷണം ഇന്നലെ അന്വേഷണം ചെയ്തപ്പോൾ ബാക്കി അവസ്ഥ ISROയിൽ ചെക്ക് ചെയ്യാൻ കൊടുത്തത് മാത്രമല്ല, ISRO കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നത്. ആ റിപ്പോർട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കോടതിയിൽ കൊടുത്തു. കോടതിയിലെ 2 ജഡ്ജിമാരും നിർദ്ദേശിക്കുന്നത് എന്താ? അന്നുള്ള റിപ്പോർട്ട് കോടതിയെ ബോധിപ്പിക്കണം. അപ്പോൾ കേന്ദ്ര ഏജൻസിയും കൂടി വന്ന് അന്വേഷണം തുടങ്ങി. ഇനി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കൂടി വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും തെളിയും. അതുകൊണ്ട് ഈ ഒരു അന്വേഷണം വരുവാൻ കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ഭക്തരുടെ നാനാജാതി മുസ്ലിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോവും, ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങൾ ക്ഷേത്രത്തിൽ പോവും, ഹിന്ദുക്കൾ പോവും. എല്ലാവരുടെയും ഒരു ഈശ്വരനായിരുന്നു, വിശ്വാസ പ്രതീകമായിരുന്നു കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മുതലുകൾ കട്ട കാട്ടുകള്ളന്മാർ, ഇതൊരു കൊള്ളസംഘം, ഇതൊരു മന്ത്രിസഭയല്ല. ഈ കേരളത്തിൻ്റെ ഈ കൊള്ളസംഘമായ ഗവൺമെൻറ്റിൽ നിന്ന് ആര് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടവരെ സഹായിക്കുവാനും മേൽശാന്തിയെ സഹായിക്കുവാനും അവിടെ നിയമിച്ച വ്യക്തി? അത് SIT കൊണ്ട് അന്വേഷിക്കുവാൻ പറ്റുകയില്ല. കാരണം SIT സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരിതാണ്. അത് ഇനി ഗ്രാജുവലി നമ്മുടെ ED തേടിക്കോളും. ED ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് തന്നെ ബാക്കി ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരും. അതുപോലെ തന്നെ മുരാരി ബാബു, അദ്ദേഹത്തിന് ചെമ്പ് എന്ന് ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ എഴുതിപ്പിക്കാൻ പറഞ്ഞതാരാണ്? അപ്പോൾ എഴുതുന്നതിലും ചെയ്യുന്നതിലും കുറ്റമാണ് പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണ ചെയ്ത വ്യക്തി ആര്? അതേപോലെ ഈ നമ്മുടെ വാസുവും അതുപോലുള്ള മറ്റ് ആൾക്കാരും ഇത് ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ഇവരെല്ലാം വെറും ചെറിയ ചെറിയ കുറ്റങ്ങളും ചെറിയ ചെറിയ മീനുകളാണ്. ഇപ്പോൾ പത്മകുമാർ ആയാലും മുൻ MLA ആയിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു, പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എന്നിരുന്നാലും നിനക്കൊന്നും സംഭവിക്കുകയില്ല, ഫുൾ സംരക്ഷണമെന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് പത്മകുമാറിനെ ഒരിക്കൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തിരിച്ചെടുക്കാൻ കാരണം എന്താ? ഈ കാര്യങ്ങൾ അദ്ദേഹം വേറെ പാർട്ടിയിൽ പോയാൽ പുറത്തു പറയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കൊടുത്തിട്ടില്ല. പാർട്ടിയുടെ അവിടുത്തെ ജില്ലയിൽ നിന്ന് താഴേക്കടയിൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, എന്നിട്ട് വേണ്ട സംരക്ഷണം കൊടുത്തു. പക്ഷേ ഇതെല്ലാം ആ ദ്വാരപാലകരെ മുമ്പുണ്ടായിരുന്ന ശില്പങ്ങൾ എങ്ങനെ പോയി എന്നുള്ളത്
ആ ജയകുമാർ സാറിനെ പോലുള്ള ഓഫീസർ അവിടെ പോയപ്പോഴാണ് പുറത്തായത്. പക്ഷേ ഇവരെ പോലുള്ളവർ പോകാതിരുന്നെങ്കിൽ അത് പുറത്തു വരികയില്ല. ഇന്നും മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ ഇത്തരത്തിൽ അമ്പലക്കൊള്ളകൾ ചെയ്യുന്ന ഈ ഗവൺമെൻറ്റുകൾക്ക് ഉയർന്ന പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വത്തുക്കൾ കക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു പേടിയില്ല, ഭയമില്ല, ഒന്നുമില്ല. പ്രയാറൊക്കെ ഇരുന്നിരുന്നുവെങ്കിലും കൊടിമരത്തിൻ്റെ പ്രശ്നങ്ങൾ അന്ന് വന്നുവെങ്കിലും അവർക്കൊരു ഭയഭക്തി ബഹുമാനമുണ്ട്. ഇവർ ഈശ്വരനില്ലെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് ഇത്തരം കൊള്ളകളെല്ലാം ചെയ്തത്. ഇതിപ്പോൾ ED വന്നത് നല്ലതാണ്. ഇത് ശബരിമലയിലുള്ള നമ്മൾ കണ്ടില്ലേ, ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ മൂല്യങ്ങൾ വീടുകളിൽ നിന്നിപ്പോൾ എടുത്തു. ശബരിമല ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കാണിക്കയിട്ട രത്നങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങൾ പോലും പുളിമാത്ത വീട്ടിൽ നിന്നും പത്മകുമാറിൻ്റെ പത്തനംതിട്ടയുള്ള ആഡംബര വീട്ടിൽ നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. പല ഇല്ലീഗൽ വൗച്ചറുകൾ, പല രീതിയിൽ അവിടെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ, അവിടെ നെയ്യ് വാങ്ങിച്ചതിൻ്റെ അഴിമതി, ശർക്കര വാങ്ങിച്ചതിൻ്റെ അഴിമതി, ഇങ്ങനെ പല നേരത്തെ നമ്മളെ ABCയിൽ ടോക്കിൽ പറഞ്ഞതുപോലെ വെറും സ്വർണം മാത്രമല്ല, അവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ പർച്ചേസ് മുതൽ കരാർ അടിസ്ഥാനത്തിൽ നിർത്തുന്ന തൊഴിലാളികൾ കൊടുത്ത ശമ്പളം വരെ വൻ അഴിമതിയും കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ED ഓരോ വീടുകളിൽ 21 സ്ഥലത്ത് നിന്ന് റൈഡുകൾ എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള രേഖകൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CBIയും കൂടി വരട്ടെ. CBIയും കൂടി വരുമ്പം ഇവരെല്ലാം നിരപരാധികളായിരിക്കും. ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കും. ഇവർ നിരപരാധിയിൽ നിന്ന് പുറത്തു വരുന്നതല്ല, അർഹമായ ശിക്ഷ മോഷ്ടകർത്താക്കൾ എന്നുള്ള നിലയിൽ ഇവർക്ക് ബഹുമാനപ്പെട്ട കോടതി കൊടുക്കും. അതിനൊരു സംശയമില്ല. ഇനി എന്ത് ചെയ്താലും കോടതിയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് കോടതിക്കറിയാം. കോടതി വളരെ മോശമായ രീതിയിലാണ് സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ദേവസ്വം ബോർഡിനെയും വിമർശിച്ചിട്ടുള്ളത്. ഈ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ എന്തിനാണ് ഈ അവശിഷ്ടങ്ങൾ വച്ചിരിക്കുന്നത്? ഇതാര് പറഞ്ഞു കട്ടള ഇളക്കാൻ? ഇതാര് പറഞ്ഞു ഈ സ്വർണ്ണപ്പാളി പലകയിൽ നിന്ന് മാറ്റാൻ? ആര് പറഞ്ഞു നമ്മുടെ ഈ 18-ാം പടി പൊളിക്കാൻ, ദ്വാലപാലകരുടെ പീഠവും മറ്റുള്ളതും പൊളിക്കാൻ, ഈ വാജി വാഹനം തന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് അവരങ്ങ് തീരുമാനിക്കുക? ഭക്തജനങ്ങളെല്ലാം കഴുതകളാണ്. ജനാധിപത്യത്തിൽ നിൽക്കുന്ന വോട്ടർമാരെല്ലാം കഴുതകളാണ്. അവർ തന്ത്രിയും ഈ മന്ത്രിമാരും മറ്റേ മന്ത്രവാദിയും പൂജാരിമാരും മുരാരിമാരും ഉണ്ണികൃഷ്ണന്മാരും എല്ലാം അങ്ങ് തീരുമാനിക്കുകയാണ്. വാജി വാഹനം ഒരാൾ കൊണ്ടുപോവുക, തകിടും സ്വർണവും ഒരാളെ വെട്ടി വയ്ക്കുക, ബാക്കി വൗച്ചറും കാര്യങ്ങളും വെട്ടിപ്പ് വേറൊരാൾ എടുക്കുക. ഇതെന്തോന്ന് എല്ലാവർക്കും വീതം വയ്ക്കാൻ ശബരിമല കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു ജനത വളരെ പ്രക്ഷുബ്ധരായി. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ LDFന് ഈ പരാജയം വന്നത്. ഈ പരാജയം അസംബ്ലി തിരഞ്ഞെടുപ്പിലും വരും. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകളുടെ സെക്രട്ടേറിയറ്റിലെ മാർച്ച് നടത്തി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം പിറ്റേ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ അന്വേഷണത്തിന് വന്നത്. കേന്ദ്രത്തിലും UPA ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ ഇതാരും അറിയുകയില്ല. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലാണെങ്കിൽ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം പഴയ സരിത സമരം അഡ്ജസ്റ്റ് ചെയ്തതുപോലെ പോകും. കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇതറിയുവാൻ കഴിഞ്ഞത്. ഇത് അന്വേഷിക്കണം കേന്ദ്ര ഏജൻസി എന്നും പറഞ്ഞ് ഇപ്പോഴ് ഇലക്ഷൻ അനാലിസിസ് പറഞ്ഞതിൽ 17.5% വോട്ട് കിട്ടുന്ന രാജീവ് ചന്ദ്രശേഖർജിയാണ് അമിത്ഷായോട് പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. അങ്ങനെ അദ്ദേഹം കൊടുത്ത ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസർ വന്നത്. അതേ ദിവസമാണ് ഹിന്ദു സംഘടനകളുടെ സമരം നടത്തിയത്. ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി കേന്ദ്രത്തിലും കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ അമ്പലങ്ങളെല്ലാം ഏറ്റുമാനൂരായാലും ഗുരുവായൂരായാലും ശ്രീകണ്ഠേശ്വരത്തായാലും ഉള്ളൂരായാലും എല്ലാ ക്ഷേത്രം നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലെ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഈശ്വരവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്തോളം കാലം ക്ഷേത്ര മുതലുകളെല്ലാം കക്കുകയാണ് ജോലി. ക്ഷേത്ര മുതൽ മാത്രമല്ല ഇപ്പോൾ ED പറയുന്നത്, വസ്തുവകകൾ അന്വേഷിക്കുവാൻ പോകുന്നു. വസ്തുക്കൾ പല ക്ഷേത്രങ്ങളുടെയും പ്രമാണങ്ങളോ വസ്തുക്കളോ ഇന്ന് ക്ഷേത്രങ്ങൾക്കില്ല. അതെല്ലാം മാൽക്കുലേറ്റഡ് ചെയ്തിരിക്കുകയാണ്, പല സ്വകാര്യ വ്യക്തികളുടെ കയ്യിലിരിക്കുന്നു. അങ്ങനെ
കേരളത്തിലെ അമ്പലക്കുള്ളന്മാരായ ഈ കാട്ടുകള്ളന്മാർ, വീരപ്പനക്കാലും അപ്പുറത്തെ കള്ളന്മാർ, അതുപോലെ നമ്മളെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് കോഹിനൂർ രത്നങ്ങളും വിഗ്രഹങ്ങളും അടിച്ചു മാറ്റുമെന്ന ടിപ്പുവിനേക്കാളും അപ്പുറത്തെ ടിപ്പുമാരായി മാറിയിരിക്കുന്നതിന് വരുന്ന സംസ്ഥാന സർക്കാരുകളുടെ തിരഞ്ഞെടുപ്പിന് ഒരു തിരിച്ചടി കൊടുക്കും. ഇവിടെ കേന്ദ്രത്തിന് സപ്പോർട്ടുള്ളൊരു ഗവൺമെൻറ് വരികയാണ് എങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. കാരണം കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് വന്നപ്പോഴാണ് 2G സ്കാമും അതുപോലെ കൽക്കരി കുംഭകോണവും റാഫേൽ അഴിമതികളെല്ലാം പുറത്തു വന്നത്. ആ രീതിയിൽ 10 വർഷം കൊണ്ടും അതാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്, നീണ്ട 20 വർഷത്തെ അഴിമതി ശബരിമല ദേവസ്വം ബോർഡിനെ അന്വേഷിക്കണമെന്ന് 2 ജഡ്ജിമാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ED അതിലേക്ക് 20 വർഷം പുറകോട്ട് പോകുമ്പോൾ ആരാ? കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോൾ അഴിമതിയുണ്ട്. അപ്പോഴാണ് കൊടിമരം വളഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ പറകൾ പ്യൂർ തങ്കങ്ങളാണ് ആ 18 പറകളും. അതിലുണ്ടായിരുന്ന വാജി കുതിര എന്ന് പറഞ്ഞ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിൽ അയ്യപ്പൻ്റെ വാഹനമായ കുതിര, പിന്നെ അതിലുള്ള 28 ആലിലകൾ, ഇതെല്ലാം പ്യൂർ സ്വർണ്ണങ്ങളാണ്. ഇത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്താണ്. കോൺഗ്രസ് ഗവൺമെൻറ് കാലഘട്ടത്തിലൂടെ അരൂരിലുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ കൊടിമരപ്പണി, അവിടെ അഴിമതിയാണ്. അവിടെ ഒരു KPCCയുടെ മെമ്പർ എന്ന് പറയുന്ന ഒരു ആളാണ് അഴിമതി കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഗുരുവായൂർ, ഏറ്റുമാനൂർ എല്ലാ ക്ഷേത്രങ്ങളുടെയും അഴിമതി അന്വേഷിക്കുവാൻ ED മുന്നോട്ട് വരും. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കും.